ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ആദ്യ 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 35% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ സമ്മതിദായകരുടെ നീണ്ട നിര. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18%-ലേറെ പോളിംഗ്. ഝാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 31 കടന്നു. ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന, ബാർബഡോസ് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ലാവോസ് സന്ദർശനത്തിന് തുടക്കം. ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരശ്ശീല ഉയരും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ ചൈന ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 35%-ഓളം പോളിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. ഫൈസൽ, പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്ക് എത്രത്തോളമുണ്ട്? വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുകയല്ലേ? ഞാനിപ്പോ പിരായിരി പഞ്ചായത്തിലെ SNUP സ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ പോളിംഗ് ബൂത്തിന് മുന്നിൽ വോട്ട് ചെയ്യാൻ ആളുകൾ നീണ്ട വരി തന്നെ ഉണ്ട്. എല്ലാ പോളിംഗ് ബൂത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലായിടത്തും പോളിംഗ് വളരെ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. 184 ബൂത്തുകളാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഇതുവരെ എല്ലാ ബൂത്തുകളിലും തുടക്കത്തിൽ മന്ദഗതിയിൽ ആരംഭിച്ച പോളിംഗ് ഉച്ചയോടുകൂടി മികച്ച രീതിയിലാവുന്നതാണ് കണ്ടത്. ഇതുവരെ 35%-ഓളം പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് കണക്ക്. ഉച്ചയ്ക്ക് ശേഷവും മികച്ച രീതിയിൽ പോളിംഗ് പുരോഗമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോളിംഗിനോട് അടുത്ത് പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയും മുന്നണികൾ കാണുന്നുണ്ട്. ആ രീതിയിലേക്ക് UDF-നായി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്ഥാനാർത്ഥിയായി P. സരിനും NDA-ക്കായി C. കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത്. MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. 11 മണിവരെ 18.14% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 4136 പേർ ജനവിധി തേടുന്നു. രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുത്ത്. 11 മണിവരെ 31.37% പേർ വോട്ട് രേഖപ്പെടുത്തി. ചില പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകിട്ട് 4 മണിവരെയും മറ്റിടങ്ങളിൽ 5 മണിവരെയുമാണ് വോട്ടെടുപ്പ് സമയം. ആകെ 528 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഝാർഖണ്ഡ് രണ്ടാംഘട്ട വോട്ടെടുപ്പിലും വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ യുവജനങ്ങളും സ്ത്രീകളും വോട്ട് ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലെ 4 മണ്ഡലങ്ങളിലുമായി 11 മണിവരെ 29%-ഓളം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ 9 മണ്ഡലങ്ങളിലുമായി ഇതുവരെ 21%-ഓളം പേർ വോട്ട് ചെയ്തു. ഉത്തരാഖണ്ഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേദാർനാഥ് നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെ 17.69% വോട്ടിംഗ് നിരക്ക്. ശനിയാഴ്ചയാണ് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന, ബാർബഡോസ് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം. ഗയാനയുടെ ഉന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസും ബാർബഡോസിന്റെ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസുമാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. ഡൊമിനിക്കയും രാജ്യത്തെ ഉന്നത പുരസ്കാരമായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ശ്രീ മോദിക്ക് നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതോടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 19ആയി. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പങ്കെടുത്തു. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഇന്നലെ റിയോ ഡി ജനൈറോയിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി നടന്നത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, നൈപുണ്യം, കായികം, ബഹിരാകാശം എന്നീ മേഖലകളിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലെത്തി. ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഗയാന സന്ദർശനം. 1968 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഗയാന സന്ദർശനമാണിത്. സന്ദർശനത്തിനിടെ ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. രണ്ടാം കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കാരിക്കോം അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഗയാന പാർലമെന്റിനെയും ഇന്ത്യൻ പ്രവാസികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും.
രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുന്നുമായി ഇന്ന് ലാവോസിൽ കൂടിക്കാഴ്ച നടത്തും. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നുള്ള സേനാ പിന്മാറ്റത്തിന് ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ വർഷം സെപ്റ്റംബറിൽ 20,58,000 പേർ പുതുതായി ചേർന്നതായി കേന്ദ്ര സർക്കാർ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുതുതായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ 9% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. 49% അഥവാ 10,05,000 തൊഴിലാളികൾ 25 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഇന്ത്യയുടെ സർഗാത്മക സാമ്പത്തിക മേഖല 3 കോടി സമ്പദ് വ്യവസ്ഥയായി മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2.5%, 8% തൊഴിലാളികൾക്ക് ജീവിതോപാധിയും സംഭാവന ചെയ്യുന്ന മേഖലയാണ് സർഗാത്മക മേഖലയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ മാധ്യമങ്ങളിൽ എഴുതിയ ലേഖനങ്ങളിലാണ് കേന്ദ്രമന്ത്രി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരശ്ശീല ഉയരും. ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങൾ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിലയിരുത്തി. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 400 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ये फेस्टिवल हमने यंग फिल्म मेकर्स के लिए और यंग जनरेशन के लिए समर्पित किया हुआ है. इस बार के फेस्टिवल में न केवल यंग डेब्यू डायरेक्टर्स के लिए मौका है अपनी फिल्में दिखाने का, कंपटीशन में रहने का, साथ ही साथ क्रिएटिव माइंड्स ऑफ टुमारो में 100 और यंग बडिंग क्रिएटर्स आ रहे हैं जो कि अपना यहाँ पर काम दिखाएंगे. ഈ മാസം 28 വരെയാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വനിതാ ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയുമായി ഏറ്റുമുട്ടും. ബീഹാറിലെ രാജ്ഗിറിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ജപ്പാനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചാണ് ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ കടന്നത്. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. മെസ്സി ഉൾപ്പെടെയാകും ടീം എത്തുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ടീമിന്റെ പ്രദർശന മത്സരവും കൊച്ചിയിൽ നടക്കും. ഔദ്യോഗിക തീരുമാനം അർജന്റീന ടീമും സർക്കാരും സംയുക്തമായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പോലുള്ള നിർണായക ഘട്ടങ്ങളിൽ കെട്ടിച്ചമച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമ വിശ്വാസ്യത തകർക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. കൊച്ചി കേരള മീഡിയ അക്കാദമിയിൽ ബിരുദ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കാപട്യങ്ങളിൽ അഭിരമിക്കുകയും ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഉപഭോഗ സംസ്കാരത്തിലേക്ക് എത്തിക്കുകയുമാണ് പല കോർപ്പറേറ്റ് മാധ്യമങ്ങളും ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ കേസിൽ തുടർ നടപടിയാകാമെന്ന് സുപ്രീംകോടതി. ശ്രീ ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ശ്രീ ആന്റണി രാജുവിന്റെ ഹർജി. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാളിലെ 26 നയതന്ത്ര പ്രതിനിധികളടങ്ങുന്ന സംഘം ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നെത്തും. നേപ്പാളിലെ പ്രധാനപ്പെട്ട 10 മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ മാസം 30 വരെ ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സയൻസിൽ നടക്കുന്ന പ്രഥമ പരിശീലന പരിപാടിയിലും പങ്കെടുക്കും. ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക രൂക്ഷമായി തുടരുന്നു. ഇന്ന് രാവിലെ വായു ഗുണനിലവാര സൂചിക 422 രേഖപ്പെടുത്തി. വായു ഗുണനിലവാരം മോശമായി തുടരുന്ന പശ്ചാത്തലത്തിൽ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി ഡൽഹി സർക്കാർ. ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116ാം പതിപ്പാണിത്. MyGov ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ജനങ്ങൾക്ക് ആശയങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ആദ്യ 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 35% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ സമ്മതിദായകരുടെ നീണ്ട നിര. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18%-ലേറെ പോളിംഗ്. ഝാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 31 കടന്നു. ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന, ബാർബഡോസ് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ലാവോസ് സന്ദർശനത്തിന് തുടക്കം. ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും.
55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരശ്ശീല ഉയരും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ ചൈന ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വൈകിട്ട് 4 മണിക്ക്.